ഉപയോഗിക്കുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പം ഫേമസ് ആയ കാതലയില് ഒരു സീ വാട്ടർ അനിമലിനെ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമക്കത്ത് പാട്ടിനകത്ത് ഒരു ആടിന്റെ കരച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു എലമെന്റ് ആയിട്ട്. സോ ഇപ്പോൾ വളയിലായാലും പോലും അങ്ങനത്തെ സൗണ്ടുകൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്ത് ഇതിനു വേണ്ടി മാത്രം ഒരു സൗണ്ട് സ്കേപ്പിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം, അങ്ങനെ വേറെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സൗണ്ട് എലമെന്റ്സ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം, അങ്ങനെ ഡിവോട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഞാനത് ആ സൗണ്ട് എലമെന്റ് മ്യൂസിക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വേൾഡ് ക്രിയേഷൻ ആണ്. അത് ഇപ്പൊ വള കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളക്കകത്ത് വള വിസ്പർ ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ട് ഒരു ഫീമെയിൽ വോയിസിനെ കൊണ്ട് വിസ്പർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വള എവിടെയൊക്കെ നമ്മൾ കാണിക്കുന്നു, സോ ആ വള കാണുന്ന ആളെ അട്രാക്ട് ചെയ്യുന്ന ഒരു മിസ്റ്റിക് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ചോയ്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പല പടങ്ങളിൽ, അങ്ങനെ ആവശ്യമുള്ള പടങ്ങളിൽ അങ്ങനെ അതൊരു സൗണ്ട് സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മ്യൂസിക്കൽ സ്പേസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി നമ്മുടെ സിനിമകളിൽ. അപ്പോൾ സൈലൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാനത് ഉപയോഗിച്ച് നോക്കാറുണ്ട്. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അതിന് കൂടുതൽ മ്യൂസിക്കിന്റെ ആവശ്യം വരാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ആലപ്പുഴ സമയത്ത് നമ്മളൊരു ബോക്സറിന്റെ ട്രെയിനറെ അത്യാവശ്യം നല്ല മസിലേക്ക് പഠിപ്പിച്ച് ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടാണ്. അതേപോലെ തന്നെ വളയിലേക്ക് വരുമ്പോഴും ലുക്ക് ചെയ്ത ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ ആ ഫൈറ്റ് കാണുന്ന സമയത്ത് അറിയാതെ കൈയടിച്ചു പോയി. അപ്പൊ ആ ഒരു ബോഡി ഞങ്ങൾ ഓരോ നാശാനാണ്, പക്ഷേ ഞാനും കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് കറക്റ്റ് ആണ്. നീ അല്ല, അത് പറയാതിരിക്കാൻ കൈയടി കൊടുക്കും. അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മൾ അടുത്ത സുഖിലൊക്കെ 1.5 വർഷമൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോൾ ട്രെയിൻ ചെയ്തിട്ടാണ് ചിലപ്പോൾ ക്യാരക്ടർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ പെട്ടെന്നാണ് ബാക്ക് ടു ബാക്ക് സിനിമകളും ലുക്കിന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബോഡി ട്രാൻസ്ലേഷൻ അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഞാനൊരു സിനിമയുടെ അത്യാവശ്യം സമയം ഉണ്ടാവാറുണ്ട് അടുത്ത സിനിമ വരെ. പക്ഷെ ഇത് യാദൃശികമായിട്ട് ഡേറ്റ് ഒക്കെ ഭയങ്കര പ്രശ്നമായപ്പോൾ നമ്മൾ ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഈ സിനിമയ്ക്ക് വരേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി വളരെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ടെൻഷൻ മുഹാഷിനും ഉണ്ടായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. ആ ലുക്ക് പറ്റില്ല, ആ ലുക്കിലും ഫേസ് ഒക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാരക്ടറിനകത്ത് ലുക്ക് ഇന്ന് രാവിലെ മുഹാഷിനിക്ക് മെസ്സേജ് ലുക്കൊന്ന് എന്തൊക്കെ കഴിച്ച് അവിടെ കുറച്ച് പഴം പുഴുങ്ങിയത് കുറച്ച് കൂടുതൽ കഴിക്കുക. ഈ വിരല് പൊട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി. അതല്ല, അതൊന്നും അല്ല. ഇതിന്റെ സിനിമ ഈ ക്യാരക്ടർ ആവാൻ വേണ്ടിക്ക് തോന്നുന്നത് ഡയറക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇത് എന്ത് ചെയ്യണം അങ്ങനൊന്നും ആലോചിക്കേണ്ട ഒരു ജോലി അല്ല തോന്നിട്ടുണ്ട് എനിക്ക്. ഹലോ ധ്യാൻ ചേട്ടാ, ഒരു ചോദ്യം ധ്യാൻ ചേട്ടനോ? ചെന്നൈയിലെ എയർപോർട്ടിൽ വന്നപ്പോ ആ സാധാരണ ധ്യാൻ ചേട്ടനെ കാണുന്ന സമയത്തൊക്കെ മുണ്ടു ഷർട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കാണാറില്ല. ഒരു സാധാരണ ഒരു നടൻ നടന്നു പോകണമെന്ന് പറഞ്ഞ പോലെ. അപ്പോ നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കരിപ്പൂർ എയർപോർട്ടിൽ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും മുണ്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ധ്യാൻ ചേട്ടനെ കൂട്ടിയിട്ടുണ്ടോ? ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് വെച്ചു. ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോ ഈ പാന്റ് ഇട്ടിട്ടാ പോവാറ്. ആ ഭാഗത്ത് പോകുമ്പോ അല്ല, ജയറാമേട്ട ചെന്നൈ എയർപോർട്ടിൽ നമ്മളെ സാധാരണ ജയറാമേട്ട എപ്പോഴും ധ്യാൻ ചേട്ടനെ പോലെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് എപ്പോഴും പോകും. അപ്പൊ രാമരാജിന്റെ മുതലാളി ജയറാമേട്ട കണ്ടപ്പോ ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ ആരെങ്കിലും അങ്ങനെ ഒരു ധ്യാൻ ചേട്ടനോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്താ എനിക്കിപ്പോ ആവശ്യത്തിന് പരസ്യമുണ്ട്. ഇവിടെ എന്റെ ശത്രു ഇല്ലേ? അറിയോന്നോ? നമ്മളറിയോന്നോ? ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂവർ ശ്രീനിവാസൻ സാറാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഈ ജെന്യൂൻ ആയിട്ട്, അതെ അങ്ങനെ പറയാം. അപ്പം അദ്ദേഹം ഈ സിനിമ കാണുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു, സിനിമയെ പറ്റി സംസാരിച്ചിരുന്നോ? ഇല്ല. ഞാൻ കുറച്ച് ദിവസമായി വീട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ഷൂട്ടിലായിരുന്നു പാലക്കാട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസമായി, ഒരു 1.5 മാസമായി കണ്ടിട്ട്. ഓണത്തിനൊന്ന് കണ്ടു ജസ്റ്റ്. അതിനെക്കുറിച്ച് സിനിമയൊന്നും ഞങ്ങൾ പൊതുവെ ചർച്ചാ വിഷയമായിട്ട്
ധ്യാൻ ചേട്ടനിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ധ്യാൻ ചേട്ടൻ? ഇഷ്ടം പോലെ അല്ല അങ്ങനൊന്നുമില്ല. എന്താ ധ്യാൻ ചേട്ടൻ പറഞ്ഞു ലുക്മാന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അത് ഉറപ്പായിട്ട് ആഗ്രഹം വരാം. ആഗ്രഹം നമുക്ക് ഇഷ്ടമായിരുന്നു. ധ്യാൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് എൻ ആക്ടർ. പിന്നെ കൂടെ അഭിനയിച്ചപ്പോ അല്ല അഭിനേതാവ് എന്നുള്ളത് എനിക്ക് ഇഷ്ടം തന്നെ. പക്ഷെ കൂടെ അഭിനയിച്ചപ്പോ വ്യക്തി എന്ന നിലയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് എപ്പോ എല്ലാ കാര്യത്തിനും എന്തിലൊക്കെ ചോദിച്ചാലൊക്കെ മറുപടിയൊക്കെ തരും. പിന്നെ ഞങ്ങൾ ഈ പടം നന്നായി വന്നപ്പോ എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് മൈ ബോയ് എന്നൊക്കെ നമ്മൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അല്ല ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിക്കുന്ന മനുഷ്യനാ ആലോചിച്ചു. എല്ലാ പടവും ഹിറ്റാ അല്ലേ? അപ്പൊ ഇതും ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ എപ്പോഴും നമ്മളൊക്കെ സിനിമ വരുന്ന സമയത്ത് താഴെ എഴുതി കാണുന്ന ഒരു നേരത്തെ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലുക്കുവിന്റെ ഒരു ജേണി. അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പിന്നെ പൊക്കി പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഇവിടെ കഴിവുള്ള കുറെ പേര് പുറത്തുണ്ട് അല്ലെ, ഒരുപാട് പേര് പുറത്തുണ്ട്. ഇവരെയൊക്കെ വന്നതിന് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം മലയാള സിനിമ. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ നിന്ന് വന്ന ഒരാളാണ് ലുക്ക്. മനസ്സിലായി? അത് ചെറിയ കാര്യമല്ല. ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് നെപ്പോട്ടിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഗ് ബെയറേഴ്സ് ആയ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരുടെ മറ്റേ കൊടികൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത്. അപ്പൊ പണ്ട് ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് താഴെ കമന്റ് ഇടും. ഏത് അല്ലടാ അവരെ ഫോട്ടോന്റെ താഴെ എല്ലാം എന്തെങ്കിലും ഇടുമ്പോ താഴെ സൂപ്പർ അങ്ങനെ ലൈക്ക് കിട്ടിയിട്ടല്ലേ മെസ്സേജ് അയക്കുക. ഡയറക്ടേഴ്സിന്റെ ബർത്ത്ഡേക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറയും 12 മണിക്ക്. അപ്പൊ പെട്ടെന്ന് റിപ്ലൈ. അപ്പൊ അവിടുന്ന് ആലോചിച്ചു, അവിടുന്നൊക്കെ ശ്രദ്ധ പിടിച്ച് ആൾക്കാരെ സംസാരിച്ച് അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നിന്നുമാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടുന്ന് അപ്പൊ എല്ലാരും പറയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളില്ല, നമ്മുടെ കൂടെ പുറത്ത് കഴിവുള്ള ഒരാൾ വന്നിട്ട് ഇന്നലെ ഹിറ്റ് അടിച്ച് സിനിമ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ സിനിമ കാണുന്നുണ്ടോ? കണ്ടു കുറച്ചു ഇനി കാണും.